കാട്ടി നോക്കാൻ. അമ്മേ, നമ്മൾ ദന്താശുപത്രി തുടങ്ങുമ്പേ അവിടെ തന്നെ രോഗികൾക്ക് ടോക്കൺ എടുത്ത് നിൽക്കുമ്പോ ഒന്ന് ഇരിക്കാമല്ലോ. ഇതിവിടെ വെറുതെ കിടക്കല്ലേ? ഈ സോഫ ഇവിടെ തന്നെ കിടന്നോട്ടെ. എന്താണ് നിന്റെ അടുത്തൊക്കെ ചെറിയൊരാട്ടം പല്ലിനുണ്ടെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വന്ന നീ എന്താ ചെയ്യാ? അപ്പൊ പറിച്ച് പുതിയത് വെപ്പിക്കില്ലേ? നീ പുതിയത് വാങ്ങിച്ചാ മതി. അമ്മക്കൊന്നും മിണ്ടാതിരിക്കാമോ? നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു ഈ ഷെയർ എടുത്ത് ദന്താശുപത്രി തുടങ്ങരുത് എന്ന്. നീ വല്ല PSC ടെസ്റ്റ് എഴുതി ഗവൺമെന്റ് ഡോക്ടർ ആവാൻ നോക്ക്. വെറുതെ ഇരുന്ന് തിന്നാലോ. എന്റെ അമ്മയെ PSC ടെസ്റ്റ് എഴുതി റാങ്ക് ലിസ്റ്റും ഒക്കെ വന്ന് ഇന്റർവ്യൂ കഴിഞ്ഞ് ജോലി കിട്ടി വരുമ്പോഴേക്കോയി എന്റെ വായിലെ പല്ല് മുഴുവൻ പൊഴിഞ്ഞിട്ടുണ്ടാവും. PSC ടെസ്റ്റേ. നീ ആരുടെ കൂടിയാ ഷെയർ എടുക്കാൻ പോണത്? അതൊരു പെൺകുട്ടിയാണമ്മേ. പെൺകുട്ടിയാ? ഫസ്റ്റ് എന്നാ നശിക്കാൻ വേറെ ഒരു കാര്യം വേണ്ട. അമ്മ ഇത് BDS ഒക്കെ പാസ്സായ കുട്ടിയാണ്. ആർക്കാ BDS ഇല്ലാത്ത? നിനക്കില്ലേ? എനിക്കുണ്ട്. നാട്ടിലുള്ള MLA-മാർക്കും മന്ത്രിമാർക്കും വരെ വലിയ വലിയ ഡിഗ്രികളുണ്ട്. പിന്നെ അന്വേഷണം വരുമ്പോഴേ അറിയാം അതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു. ഇത് അങ്ങനെയുള്ള കേസൊന്നുമല്ല. ഈ കുട്ടി ഹൗസ് സർജൻസി ഒക്കെ പാസ്സായതാണെന്നേ. ഹൗസ് സർജൻസി ഒക്കെ എടുത്തത് കൊള്ളാം. ആരെങ്കിലും പല്ല് പറപ്പിക്കാൻ വന്നാലേ അത് നിങ്ങളൊക്കെ ചെയ്താൽ മതി. അവളെ കൊണ്ട് കൊച്ചു കുട്ടികളുടെ പുഴുപ്പല്ല് പറപ്പിച്ചാൽ മതി. അത് ഞാൻ വേണ്ട ചെയ്തോളാം. അമ്മ പോയാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൊ ഞാൻ ഇവിടെ എത്തും. അമ്മ ഒന്ന് ചെല്ല്, ഞാനൊന്ന് സംസാരിക്കട്ടെ. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ഡോക്ടർ ആമിന. ഇത് ഓരോ ഭർത്താവ് മൊയ്തു സാറ്. നമസ്കാരം. പാരിജാതൻ ഡോക്ടർ ഞാൻ പറഞ്ഞില്ലേ. കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഞാൻ ഒന്നൊരു സൂചന കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നിങ്ങള് സംസാരിക്കുമല്ലോ. അതായത് ഇവള് പഠിക്കാൻ മുടിക്കായതുകൊണ്ടാണ് കെട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഒരു പല്ല് ഡോക്ടറാക്കാൻ തീരുമാനിച്ചു. അല്ല അതുകൊണ്ട് ഇപ്പൊ എന്താണ്, ഇപ്പൊ വയസ്സാ കാലത്ത് വല്ല അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ചികിത്സിക്കാൻ കുടുംബ തന്നെ ആളായില്ലേ. അല്ല ഇപ്പൊ പല്ലിന് തന്നെ വരണല്ലോ. ഒന്നുള്ളൂ. അല്ല ഡോക്ടർ ഏത് കോളേജിൽ നിന്നാ BDS പാസ്സായത്? ഞാൻ ജവഹർലാൽ നെഹ്റു മെമ്മോറിയൽ കോളേജ് ഈ റോഡില്. റോഡ് ഏതായാലും കൊള്ളാം, നമുക്ക് സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ആയിരിക്കണം. പഴയ കാലമൊന്നുമല്ലേ. ഒരു പല്ല് പറിക്കുമ്പോ അതിന്റെ ഇനാമല് നഷ്ടപ്പെട്ടാ മതി. ആളുകൾ ഉപഭോക്തൃ കോടതിയും വിവരാവകാശമൊക്കെ പോവും. ഇക്കാക്കറിയാലോ? അറിയില്ല. നിങ്ങൾക്കറിയില്ലേ? ഞമ്മക്കും വലിയ പൊടിയില്ല. ആരെങ്കിലും ഒരാൾ അറിഞ്ഞിരിക്കണം, എന്നാലേ നമുക്കിത് നടത്തിക്കൊണ്ടു പോകാൻ പറ്റുള്ളൂ. നിങ്ങളെ ഫോൺ അടിക്കുന്നു. ഹലോ. അവരെത്തിയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് വരാം. ശരി ശരി. ഓക്കെ. മന്മഥൻ ഡോക്ടറാണ്. അല്ല മൂപ്പർക്ക് ഷെയർ ഉണ്ട് ഇതിനകത്ത്. അല്ല ഞാൻ പറഞ്ഞില്ലേ മൂപ്പര ആശുപത്രിയാണല്ലോ നമ്മള്. അങ്ങോട്ട് പോവാം. നിങ്ങള് പോയാ മതി, ഞാൻ ഫോട്ടോ മേടിച്ച് വീട്ടിക്ക് പൊക്കോളാം. ഒറ്റക്ക് പോവോ? പോവും. അല്ല ഓള് നിർബന്ധമുണ്ടോ ഇവിടെ വരണത്? അല്ല ഒരു ഡോക്ടറല്ലേ, ഉണ്ടെങ്കിൽ നല്ലതാണ്. ഏതായാലും വണ്ടിയില്ലേ? അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഒക്കെ അയക്കാനുണ്ട്, അതാണ്. എന്നാ പിന്നെ ഓള് പോയിക്കോട്ടെ. ആയിക്കോട്ടെ. നല്ല ജംഗ്ഷനിൽ വിട്ടിറങ്ങി.